ഗോവർദ്ധനാദ്രിയെ കുട പോലുയർത്തിയ ഗോപാലനാണെന്റെ കണ്ണൻ. അമ്മിഞ്ഞ നൽകമ്മേ എന്നു കീഴുങ്ങുന്ന അമ്മുണ്ണി കുട്ടനൻ കണ്ണൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. പൂവാലി പശുവിന്റെ വാലിൽ പീഡിച്ചോടി പൂഴിയിൽ വീഴുന്ന ബാലൻ. പൂർണ്ണേന്ദു മുഖിയാകും രാധികാദേവിക്കു പൂർണ്ണത നൽകിയ കാന്തൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. മാമയിൽ പീലിയണിഞ്ഞിടും മോദത്താൽ മയിലാട്ടം നയ്യുന്ന കണ്ണൻ. മാനസ ഭക്തിയോടൊന്നു വിളിക്കുകിൽ മാറോടു ചേർക്കുന്ന ദേവൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. യോഗികൾ പോലും പീഡിക്കുവാൻ മോഹിക്കും യോഗേശ്വരനാണ് കണ്ണൻ. പട്ടേരി തൻ മുന്നിൽ പൊട്ടിച്ചിരിച്ചോടും കുട്ടിക്കുറുമ്പൻ കണ്ണൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. നന്ദവധൂജനബന്ധനത്തിൻ മുന്നിൽ നന്നായി നടിച്ചവൻ കണ്ണൻ. നാമസങ്കീർത്തന വേദിയിൽ സാമോദം നാമങ്ങൾ ചൊല്ലുന്ന ബാലൻ. ഹരി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഗോപിക മാനസ പൂരിരുട്ടിനൊരു പൂനീലമാകിയ ചന്ദ്രൻ. അജ്ഞാനമാകുന്ന പൂരിരുൾ നീക്കിടും വിജ്ഞാന ജ്യോതിയ സൂര്യൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. അവിലുമായെത്തിയ അന്തണ ഭക്തനെ അരിവോടെ പൂജിച്ച ഭക്തൻ. ഏട്ടനെ പോലെ വെളുക്കുവാൻ ഭാവിച്ചു കാലിൽ കുളിക്കുന്ന കൃഷ്ണൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഗോപികമാരുടെ ചാരത്തണഞ്ഞോരോ കോമാളി കാട്ടുന്ന ബാലൻ. ഇവൻ കാളിയ പത്തിയിൽ കാമാരിയെ പോലെ താണ്ഡവമാടിയ കണ്ണൻ. ഹരി ഹരി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ചന്ദ്രനെ വേണമെന്നക്ഷനോടോതുന്ന ചഞ്ചല നേത്രൻ കണ്ണൻ. ചന്ദ്രമുഖിയാകും രുക്മിണി ദേവി തൻ ചിത്തം കവർന്നോരു കള്ളൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. നാമസങ്കീർത്തന വേദിയിൽ സാമോദം നാമങ്ങൾ ചൊല്ലുന്ന ബാലൻ. മാനസേ ഭക്തിയോടൊന്നു വിളിക്കുകിൽ മാറോടു ചേർക്കുന്ന ദേവൻ. ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവത് അനുഗ്രഹത്തിന്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹരിസ്മൃതി സർവവിപത്തി മോക്ഷണം എന്ന
ഭാഗവത വാക്കിനെ പ്രമാണമാക്കിക്കൊണ്ട് ഗജേന്ദ്രമോക്ഷം, അതിനുശേഷം കൂർമാവതാരം, അതിൽ തന്നെ അജിതാവതാരം, മോഹിനിയായി ഭഗവാൻ അവതരിച്ചതൊക്കെ കേട്ടു. പിന്നെ മന്വന്തരങ്ങളെക്കുറിച്ച് പറയുന്നു. 7ാമത്തെ മന്വന്തരത്തിൽ കശ്യപനിൽ അതിഥിയുടെ പുത്രനായിട്ട് ഭഗവാൻ വാമനവേഷധാരിയായിട്ട് അവതരിച്ചു. ഇങ്ങനെ 7 മന്വന്തരങ്ങളെ പറഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്ന മന്വന്തരങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ആ 8ാമത്തെ മന്വന്തരം വരുമ്പോൾ സാവർണി ആണ് മനുവായിട്ട് തീരുക. സാവർണി മന്വന്തരം എന്നാണ് പറയുക. ആ 8ാമത്തെ മന്വന്തരത്തിൽ ഇന്ദ്രസ്ഥാനം സാക്ഷാൽ മഹാബലിക്ക് കിട്ടും എന്നും അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം 9ാമത്തെ മന്വന്തരം, ആ 9ാമത്തെ മന്വന്തരത്തിൽ ദക്ഷസാവർണി മനുവായിട്ട് തീരും. 10ാമത്തെ മന്വന്തരത്തെ കുറിച്ച് പറയുന്നു. ഇതിൽ ബ്രഹ്മസാവർണി മനുവായിട്ട് തീരുന്നു. ധർമ്മസാവർണി 11ാമത്തെ മനു, രുദ്രസാവർണി 12ാമത്തെ മനു, ദേവസാവർണി 13ാമത്തെ മനു എന്നും പറഞ്ഞു. അങ്ങനെ 14 മന്വന്തരങ്ങളാണുള്ളത്. 14ാമത്തെ മനുവായിട്ട് ഇന്ദ്രസാവർണി വരും. അതോടുകൂടി പൂർത്തിയാവും. ഭഗവാൻ ഈ സമയത്ത് ബൃഹദ്ഭാനു എന്ന പ്രസിദ്ധനായ സത്രായണന്റെ പുത്രനായി വിതാനയിൽ അവതരിച്ച് യജ്ഞങ്ങളെ വേണ്ടതുപോലെ നടപ്പിലാക്കും എന്നിങ്ങനെ പറഞ്ഞു. ഈ 14 മന്വന്തരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരങ്ങളുണ്ടാവും. ദേവേന്ദ്രന് മാറ്റം വരും, സപ്തർഷികൾക്ക് മാറ്റം വരും, അതേപോലെ ദേവന്മാർക്ക് മാറ്റം വരും, മനുപുത്രന്മാര് വ്യത്യാസം ഉണ്ടാവും, ദേവഗണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ആ മന്വന്തരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആ ഭഗവാൻ വാമനനായിട്ട് എന്തുകൊണ്ടാണ് ബലിയുടെ അടുത്ത് മണ്ണ് യാചിച്ചത്, എന്ത് കാരണം കൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴാണ് വാമനാവതാര കഥ 9 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞത്. പ്രഹ്ലാദന്റെ പൗത്രനാണ് ബലി. പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ, വിരോചനന്റെ പുത്രൻ ബലി. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന നവധാഭക്തി പ്രഹ്ലാദൻ ലോകത്തിന് പകർന്നു തന്ന ഏറ്റവും ഉദാത്തമായ ഭക്തിയുടെ ഒരു വഴിയാണ്. ഈ ഭക്തിയുടെ വഴിയെ ചുവടുപിടിച്ചിട്ടാണോ ഭാഗവതകാരൻ അല്ലെങ്കിൽ ശ്രീ ശിവബ്രഹ്മർഷി ഈ 9 അധ്യായങ്ങളിലൂടെ തന്നെ മഹാബലിയുടെ കഥ അല്ലെങ്കിൽ വാമനന്റെ കഥ പറഞ്ഞത് എന്ന് തോന്നും നമുക്ക്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ എന്താ കേൾക്കുന്നത്? ബലി സ്വർഗം കീഴടക്കി, ശ്രവണം ഉണ്ടാവുകയാണ്. അതിഥി ഇതാണ് കേൾക്കുന്നത്, തൻ്റെ മക്കളായിരിക്കുന്ന ദേവന്മാരെ ബലി തോൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ബലിക്ക് ദേവന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചത്? ഒരു യുദ്ധം പോലും വേണ്ടി വന്നില്ല. ഗുരോരനുഗ്രഹേണ. ശുക്രാചാര്യര് മൃതസഞ്ജീവിനി വിദ്യ ഉപയോഗിച്ച് ബലിയെ ആ ദേവാസുര യുദ്ധത്തിൽ മരിച്ചു വീണിട്ടും അദ്ദേഹത്തെ ജീവിപ്പിച്ചു. അതിനുശേഷം വിശ്വജിത്ത് എന്ന യാഗം ചെയ്യിച്ചു. ആ വിശ്വജിത്ത് എന്ന യാഗത്തിൽ നിന്ന് അമ്പൊടുങ്ങാത്ത ആവനാഴി, വിശിഷ്ടമായിട്ടുള്ള വില്ല്, രഥം, കവചം, കുണ്ടലം ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ഈ ബലി സത്യത്തിൽ ദേവലോകത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ദേവന്മാരൊക്കെ പേടിച്ചോടി. അത്രയും തേജസ്സാണ് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായത് എന്ന് പറയുന്നു. അവിടെ ശുക്രാചാര്യര് ശംഖും പ്രഹ്ലാദൻ പാടാത്ത മാലയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു. ദേവലോകം മാത്രമല്ല സകല ലോകങ്ങളും ബലി കീഴടക്കി. എന്നാൽ ബലി ഇത്തരത്തിൽ അവിടെ ഇതൊക്കെ കീഴടക്കിയിട്ട് തൻ്റെ മുത്തച്ഛന് പറ്റിയതുപോലെ ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലിരുന്ന് സ്വയം നശിക്കുകയല്ല ഉണ്ടായത്, മറിച്ച് ഭഗവാനെ യജിക്കുകയാണ് ഉണ്ടായത്. നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകക്ഷം എന്നുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം യാഗം ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. അപ്പൊ ആദ്യം ശ്രവണം, ബലിയുടെ വിജയത്തെക്കുറിച്ചും തൻ്റെ മക്കളുടെ തിരോധാനത്തെക്കുറിച്ചും ശ്രവിച്ച ആ അമ്മ അതിഥി തൻ്റെ ഭർത്താവായ കശ്യപന്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ആ എൻ്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം തിരിച്ചു കിട്ടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ കശ്യപൻ ഭഗവത് കീർത്തനമാണ് ഇതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ശ്രവണം, കീർത്തനം. അങ്ങനെ അതിഥി പയോവ്രതം അനുഷ്ഠിക്കുകയാണ്, ഭഗവാനെ കീർത്തിക്കുകയാണ് ചെയ്യണത്. പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പയസ് മാത്രം, ആ പാല് മാത്രം ആഹരിച്ചു കൊണ്ടുള്ള വളരെ വിശേഷമായിട്ടുള്ള ആ വ്രതമാണ് ഇത്. പണ്ട് ഞാൻ ബ്രഹ്മാവിനോട് സത്സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ ആശ്രയിച്ചപ്പോൾ കശ്യപൻ പറയുകയാണ്, എനിക്ക് ഉപദേശിച്ചു തന്നതാണ് ഈ വ്രതം, അത് വേണ്ടതുപോലെ അനുഷ്ഠിച്ചോളൂ
എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു. അവിടെ പറയുന്നു, ഫാൽഗുനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ആദ്യത്തെ 12 ദിവസം പാൽ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. കറുത്തവാവിൻ്റെ അന്ന് ആ പന്നി കുത്തിയ മണ്ണുകൊണ്ട് ദേഹം മുഴുവൻ തേച്ച് വിശിഷ്ടമായിട്ടുള്ള ജലത്തിൽ മുങ്ങിക്കുളിച്ച്, നദിയിൽ മുങ്ങിക്കുളിച്ച് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗവാനെ കീർത്തിച്ചപ്പോൾ അതിഥിക്ക് എന്ത് ഗുണം ഉണ്ടായത്? അതിഥിക്ക് ഭഗവത് ദർശനമുണ്ടായി. അത് അതിഥിക്ക് നിരന്തരമായിട്ടുള്ള സ്മരണയ്ക്ക് കാരണമായി. ഇപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം. ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ അതിഥിയുടെ തൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കണു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കണു. യജ്ഞേഷ യജ്ഞ പുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണ മംഗളനാമധേയ ആവന്ന ലോകവൃതിനോപശമോദയാദ്യാശംനകൃധീശ ഭഗവന്നസി ദീനനാഥ. ദീനന്മാരുടെ നാഥനായിരിക്കുന്ന അവിടുന്ന് എനിക്ക് ആ മംഗളത്തെ നൽകണം. അല്ലേ? ശങ്കരോതി ഇത് ശങ്കരഹ എന്നാണ്. മംഗളത്തെ നൽകുന്നവനാണ് ശങ്കരൻ. അപ്പൊ ഭഗവാനും ശങ്കരൻ തന്നെയാണ്. അതുകൊണ്ട് ശംനകൃധീശ ഭഗവന്നസി ജീവനാഥ ദീനനാഥ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. പക്ഷേ ദേവന്മാർക്ക് സ്വർഗലോകം തിരിച്ചു കിട്ടണമെങ്കിൽ ഇപ്പോൾ സാധിക്കില്ല. കാരണം എന്താ? ഗുരോരനുഗ്രഹേണൈവ, ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ബലിയെ എനിക്ക് പോലും സാധിക്കില്ല. ഇനി എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തെക്കാൾ ഉപരി തൻ്റെ കഴിവാണ് എന്നൊരു തോന്നലുണ്ടായി, അഹങ്കാരത്തിൻ്റെ ഒരു ചെറുകണിക അവിടെ മുട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ വേണ്ടത് ചെയ്തോളാം, ഞാൻ അമ്മയുടെ പുത്രനായിട്ട് അവതരിക്കും, ആ സമയം കാത്തിരുന്നോളൂ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവിക്ക് അത് സ്മരണയ്ക്ക്, ഭഗവത് സ്മരണയ്ക്ക് കാരണമായിട്ട് തീർന്നു. ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ അമ്മയുടെ പുത്രനായിട്ട് അവതരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ആരോടും പറയണ്ട. ഇന്ദ്രന്റെ അനുജനായിട്ട് ഞാൻ അവതരിക്കും. അമ്മയുടെ മകനാവുമ്പോൾ ഇന്ദ്രന്റെ അനുജനാണല്ലോ. അപ്പോൾ ഇന്ദ്രന് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അസുരന്മാരുടെ ചക്രവർത്തിയായ മഹാബലിയിൽ അല്ലെങ്കിൽ ബലിയിൽ എപ്പോഴാണോ അഹങ്കാരത്തിൻ്റെ ഒരു ചെറു മുകുളം മുട്ടിടുന്നത്, അപ്പം ഞാൻ വേണ്ടത് ചെയ്തോളാം. അങ്ങനെ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന അതിഥി, ആ അതിഥിയുടെ ഗർഭപാത്രത്തിലേക്ക് ഭഗവാൻ വന്നപ്പോൾ ആ ഗർഭഗത വിഷ്ണുവിനെ സ്തുതിക്കുന്ന ബ്രഹ്മാവ് നരസിംഹാവതാരം കഴിഞ്ഞതിന് ശേഷം അവതാരത്തിന് മുമ്പ് സ്തുതിക്കുക എന്നുള്ള ഏർപ്പാട് തുടങ്ങി. അവതാരം കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് അറിയില്ല. നരസിംഹാവതാരത്തിന് സ്തുതിക്കാനൊന്നും പറ്റിയില്ല. നരോസ്മ്യനന്തായ ദുരന്ത ശക്തയെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഭഗവാൻ ഒന്ന് അട്ടഹസിച്ചു, പേടിച്ചു ഓടിപ്പോയതാണ്. ഇപ്പൊ ഗംഭീരായിട്ട് സ്തുതിച്ചു. ഒരു കാര്യം കൂടി പറഞ്ഞു, അങ്ങ് കൃഷ്ണിഗർഭായ തേ നമ, അങ്ങ് കൃഷ്ണിഗർഭനാണ്. ബ്രഹ്മാവ് ഇതൊക്കെ ഇവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്താ ഓർമ്മിപ്പിച്ചത്? കൃഷ്ണിയും സുതപസ്സുമായപ്പോൾ കൃഷ്ണിഗർഭനായിട്ട് അവിടുന്ന് അവതരിച്ചു. അവരാണ് ഇപ്പൊ അതിഥിയും കശ്യപനായിട്ട് വന്നേക്കുന്നത്. അവിടുന്ന് വാമനനായിട്ട് അവതരിക്കും. ഇനി ഇവര് തന്നെ ദേവകീ വസുദേവന്മാരാവുമ്പോൾ അവിടുന്ന് വാസുദേവനായിട്ട് അവതരിക്കും. ബ്രഹ്മാവിന്റെ ഗംഭീരായിട്ടുള്ള സ്തുതി. പിന്നെയോ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. അടുത്ത അധ്യായത്തിൽ പാദസേവയെ കുറിച്ച് പറയുന്നു. ആരൊക്കെ പാദസേവ ചെയ്തു? സകല ആളുകളും. സസുര അസുരമാനവ, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യരെ ഒക്കെ ഭഗവാന്റെ പാദസേവ ചെയ്തു. ഋഷീശ്വരന്മാര്, അപ്സരസ്സുകള്, വിദ്യാധരന്മാര് എന്ന് വേണ്ട സകല ആളുകളും. അത് എപ്പോഴാണ് ഉണ്ടായത് എന്നാണെങ്കിൽ ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ആ ശ്രാവണ മാസത്തിലെ ദ്വാദശി പക്കത്തിൽ ശ്രോണം എന്ന് പറഞ്ഞാൽ ശ്രീയുള്ള ഓണം, തിരുവോണം അല്ലേ? തിരു എന്നുള്ളത് ചേർത്ത് വെക്കേണ്ടത് എപ്പോഴൊക്കെയാ? തൃക്കാർത്തിക, തിരുവോണം, തിരുവാതിര. മഹാദേവന്റെ നാള്, വിഷ്ണുവിൻ്റെ നാള്, ഭഗവതിയുടെ നാള്. ഇതിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിനും തിരു ചേർത്ത് വെക്കാറില്ല. തിരു അശ്വതി ഇല്ല, തിരുഭരണിയില്ല, ഒന്നുമില്ല. തൃക്കാർത്തികയായി. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം, ഈ തിരുവോണം ഭഗവാന്റെ നാളാണ്, വാമന ജയന്തിയാണ്. എന്ന് വെച്ച് മഹാബലി മോശക്കാരനാണെന്ന് പറയും വേണ്ട. അങ്ങനെയാണല്ലോ ഇപ്പോ ഭഗവാനും ഭക്തനും ഒരേപോലെ ആ വെണ്ട പോലെ ചെയ്ത അവതാരമാണ് വാമനാവതാരം. പക്ഷേ ചില ആളുകൾ മഹാബലി പക്ഷം, മഹാബലിയെ ചവിട്ടി താഴ്ത്തി. ഒന്നും അറിഞ്ഞിട്ടില്ല, ഭാഗവതമൊന്നും വായിച്ചിട്ടില്ല. ആരോ പറഞ്ഞു മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി.
ഈ മാവേലി എന്നുള്ളത് തന്നെ ഒരു സങ്കല്പാവാം. ഈ മഹാബലിയിൽ നിന്ന് ഉടലെടുത്ത ഒരു നാടോടി കഥ. അപ്പൊ ആരോ പറഞ്ഞു കാലുകൊണ്ട് മഹാബലിയുടെ തലയിൽ വെക്കണ കണ്ടിട്ടുണ്ട്. അപ്പൊ ചവിട്ടി താഴ്ത്തി തന്നെ ആയിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു. വാമനനെ ചതിയനായിട്ട് ചിത്രീകരിച്ചു. ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല. കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായി ഭഗവാൻ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചുകൊണ്ട് അവതരിച്ച പുണ്യദിനമാണ് ആ ശ്രാവണ മാസത്തിലെ പൊന്നിൻചിങ്ങ മാസത്തിലെ തിരുവോണം, ശ്രോണം. അങ്ങനെ പറയാം നമുക്ക്. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു. അഭിജിത്ത് മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. എന്നിട്ടോ അപ്പൊ ഈ ദിവ്യമായ ദിവസത്തിന് വിജയദ്വാദശി എന്ന് പേര് വന്നു. അങ്ങനെ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പാദസേവ ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ കശ്യപനുണ്ട്, അതേപോലെ മഹർഷീശ്വരന്മാര് ശംഖനാദം ദുന്ദുഭിയൊക്കെ മുഴങ്ങി, അപ്സരസുകൾ നൃത്തം വെച്ചു, എല്ലാം ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇനി എന്ത് വേണം, ഇവിടുന്ന് പോണ്ടേ, മഹാബലിയുടെ അടുത്തേക്ക് പോകണം. ഈ വേഷം കെട്ടി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. താൻ അവിടെ ചെന്ന് യാചിക്കാൻ ചെല്ലുമ്പോൾ തൻ്റെ വേഷം കുറച്ച് മോശമാവണം. അങ്ങനെയല്ലേ? മോശമായിട്ടുള്ള ആളുകളാണ് കേമന്മാരുടെ അടുത്ത് പോയി യാചിക്കുക. ഗംഭീരമായിട്ടുള്ള വേഷമൊക്കെ കെട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ വകയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ കയറി പറഞ്ഞതൊക്കെ വേണം. അപ്പൊ ഈ ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ചു എന്നാൽ ശരിയാവില്ല. എന്ത് വേണം? ഒരു സാധാരണ ഉണ്ണിയായിട്ട് തീരാം. അപ്പൊ തന്നെ കാണുമ്പോൾ ബലിക്ക് വേണ്ടത്ര അങ്ങടെ തൻ്റെ കേമത്വം മനസ്സിലാവില്ല. ബലിയുടെ കേമത്വം ബലിക്ക് കൂടുതൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പ്രത്യേകം ബഭൂവതേനൈവ സവാമനോവടു സംഭശ്യതോർ ദിവ്യഗതിർയഥാനട, ഒരു നടനെ പോലെ ഭഗവാൻ വേഷം മാറി. അപ്പോഴേക്കും ആളുകൾക്കൊക്കെ ഇഷ്ടമായി. ബ്രഹ്മാവ് പറഞ്ഞു, ദാ ഭഗവാൻ വേഷം മാറിയിട്ടുണ്ട്, ഒരു ചെറിയ ഉണ്ണി. ഈ ഉണ്ണിക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഉപനയനം ഉടനെ നടത്തണം എന്നാണ്. എന്നാൽ പിന്നെ ഉപനയനം നടത്തുക എന്ന് തീർച്ചപ്പെടുത്തി ആ കശ്യപനെ മുൻനിർത്തി ആ ഉണ്ണിയുടെ ഉപനയനം നടത്തുന്നു. ഉപനയിച്ചു കഴിഞ്ഞ ആ ഉണ്ണിക്ക് സൂര്യദേവൻ ഗായത്രി ഉപദേശിച്ചു. ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി പൂണൂര് കൊടുത്തു. അതേപോലെ കശ്യപ പ്രജാപതി മേഖല കൊടുത്തു. ഭൂമി കൃഷ്ണാജനം കൊടുത്തു. സപ്തർഷികളെ കുശപ്പുല്ല്, സരസ്വതി ആ ജപമാല, കുബേരൻ ഭിക്ഷാപാത്രം, സാക്ഷാൽ പാർവതീദേവി ഭിക്ഷ കൊടുത്തു. ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. അപ്പം അതിലേക്ക് ഭിക്ഷ കൊടുത്തു. അഗ്നിപൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നടന്നു. ഒരു കയ്യിലെ കൊട, ഒരു കയ്യിൽ വടി. പട്ടേരിപ്പാട് പറയണത് കൊട ഭക്തന്മാർക്ക് തണലിനും അതേപോലെ തന്നെ ആ വടി ദുഷ്ടന്മാർക്ക് താടനത്തിനും നല്ല അടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കയ്യിൽ പിടിച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ആ ഭൃഗുകക്ഷം എന്നറിയപ്പെടുന്ന നർമ്മദാ നദിയുടെ തീരത്ത് യാഗശാലയിലേക്ക് ഭഗവാൻ വരണ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു. എന്തൊരു തേജസ്സാണ്! സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചിങ്ങനെ വരണത് പോലെ ബാലസൂര്യ പ്രഭയോടുകൂടി ഭഗവാൻ വരണ കണ്ടപ്പോൾ ബലി ഓടിച്ചെന്ന് പാദപൂജ ചെയ്തു. അങ്ങ് ആരാണ് മനസ്സിലാവണില്ല. അങ്ങ് അഗ്നിയാണോ, സൂര്യനാണോ, സനൽകുമാരനാണോ എന്നൊക്കെയാ ചോദിക്കണത്. ഏതായാലും യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലിർദധാരമുദ്ര പരയാച ഭക്തിയ, കാല് കഴുകിച്ച് ആ പാദതീർത്ഥത്തെ ശിരസിൽ സ്വീകരിച്ചു. സർവപാപനാശകമായിരിക്കുന്ന ദേവദേവനായ ചന്ദ്രമൗലി പോലും പരമഭക്തിയോടുകൂടി ആരുടെ പാദതീർത്ഥത്തെ ശിരസിൽ ധരിക്കണോ? അല്ലേ? ഭഗവാന്റെ പാദതീർത്ഥമാണ് ഗംഗ. ആ ഗംഗാധരനാണ് മഹാദേവൻ. ആ പാദതീർത്ഥം സ്വീകരിച്ചു, പാദപൂജ ചെയ്തു. പറഞ്ഞു, എൻ്റെ കുലം ധന്യമായി, അങ്ങക്ക് നമസ്കാരം. ഇനി അങ്ങക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, അങ്ങക്ക് എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. ഭഗവാൻ അർച്ചന നടത്തുകയാണ് തൻ്റെ ഭക്തനെ. അടുത്ത അധ്യായത്തിൽ പാദസേവനം, അർച്ചനം. എങ്ങനെ അർച്ചിച്ചത്? ഈ മഹാബലിയുടെ പൂർവികന്മാരെ കുറിച്ച് കുറേ കേമത്വം പറഞ്ഞു. നമ്മുടെ അച്ഛനെയും മുത്തശ്ശനെയും ഒക്കെ കുറിച്ച് കേമത്വം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും തോന്നും, ഞാനും കേമനാണെന്ന് തോന്നും. ബലിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ കുലത്തിലെ വലിയ കേമന്മാരുണ്ട്, എനിക്കറിയാം. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. ആ ഹിരണ്യകശിപുവിൻ്റെ നാസാദ്വാരത്തിലേക്ക് വിഷ്ണു വൈകുണ്ഠത്തിൽ വെച്ച് കയറിപ്പോയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശുക്രാചാര്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയ കഥ അറിയണമെങ്കിൽ ഒന്നുകിൽ കയറിപ്പോയ ആൾക്കേ അറിയുള്ളൂ, അല്ലെങ്കിൽ ആരുടെ മൂക്കിലേക്കാണ് കയറിയെന്ന് വെച്ചാൽ ആൾക്കേ അറിയുള്ളൂ. അനുരൂപനായിട്ട് കയറിയെങ്കിൽ ഇത് ആരാണെന്ന് നോക്കി ഭഗവാൻ പുഞ്ചിരിച്ചു. ആ മന്ദഹാസത്തിൽ ആ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. എന്നിട്ടോ പിന്നെ ആ പ്രഹ്ലാദനെ കുറിച്ച് പറഞ്ഞു.
പ്രഹ്ലാദപുത്രനായ വിരോചനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ പരമ്പരയിൽപ്പെട്ട നിങ്ങൾ ആരും തന്നെ കളവ് പറയുന്ന ആളുകളല്ല, യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടുന്ന ആളുകളല്ല, നിങ്ങളൊക്കെ ദാനശീലരാണ്, എനിക്ക് നല്ലപോലെ അറിയാം. മഹാബലി പറഞ്ഞു, എങ്കിലും എന്താ അങ്ങക്ക് വേണ്ടത്? അപ്പൊ പറഞ്ഞു, എനിക്ക് എൻ്റെ കാലുകൊണ്ട് അളക്കുന്ന 3 അടി മണ്ണേ വേണ്ടൂ. പദാനിത്രീണി രാജ ദൈത്യേന്ദ്ര സംഹിതാനി പദാമമ, എനിക്ക് അതേ വേണ്ടൂ എന്നാണ്. അപ്പൊ മഹാബലി പറഞ്ഞു, 3 അടി മണ്ണോ? അയ്യോ, ജീവിക്കാനുള്ള എന്തെങ്കിലും വേണ്ടേ? ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറാൻ പാടുണ്ടോ? ഈ ചൈതന്യമൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല ജ്ഞാനിയാണെന്ന് വിചാരിച്ചത്. ഭഗവാൻ പറഞ്ഞു, കുട്ടികളെ പോലെ എന്ന് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ, പക്ഷേ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സുഖം ഉണ്ടാവുള്ളൂ. കാരണം അങ്ങ് ഇപ്പോൾ ഒരു ദ്വീപ് എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ 7 ദ്വീപ് വേണം തോന്നുന്നു. കിട്ടുന്നതിൽ സന്തോഷമില്ലാത്ത ആളുകളാണെങ്കിൽ. കിട്ടുന്നതിൽ സന്തോഷമുള്ള ആളുകളാണെങ്കിലോ ഒരു തരി മണ്ണ് കിട്ടിയാലും സന്തോഷമായി. അപ്പൊ എതിർച്ഛാലാഭ സംതൃപ്തി എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. എനിക്ക് അത് മാത്രമേ വേണ്ടൂ. അപ്പൊ പറഞ്ഞു, എങ്കിൽ ശരി, എൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്ന ആളുകൾ പിന്നീട് വേറൊരു സ്ഥലത്ത് പോയി യാചിക്കരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഭഗവാൻ ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. എന്താ ചിരിയുടെ അർത്ഥം? ഞാൻ എവിടെ പോയി യാചിക്കാറില്ല. അത് ഗോപികമാരുടെ അടുത്ത് കുറേശ്ശെ യാചിച്ചു, വെണ്ണ തരൂ, പാല് തരൂ എന്നൊക്കെ പറഞ്ഞു. അത് കേവലം ലീല, അതിനി വരാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ അങ്ങയുടെ അടുത്ത് വന്ന് യാചിച്ച പോലെ ഞാൻ ആരുടെ അടുത്ത് വന്ന് യാചിക്കുന്നില്ല എന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ചിരിച്ചു കൊണ്ട് നിന്നപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ 3 അടി മണ്ണ്? അത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഈ വന്നിരിക്കുന്ന ആള് വിഷ്ണുവാണ്, ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വന്ന ആളാണ്. രാജാവേ, അങ്ങയുടെ സകല ഐശ്വര്യവും ഈ കപട മാനുഷ വേഷം അപഹരിച്ചുകൊണ്ട് പോകും. ധർമ്മത്തിന്, യശസ്സിന്, അർത്ഥം, കാമം, തൻ്റെ സ്വന്തക്കാർക്ക് വേണ്ടി ഇങ്ങനെ 5 പേർക്കായിട്ട് നമ്മുടെ സമ്പത്തിനെ വീതിച്ചു വെക്കണം. ഒരാൾക്കും അതിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്തു ചെയ്യും? അതാണ് അപകടം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ സത്യം എന്നുള്ള ആ പുഷ്പഫലത്തിൻ്റെ അതിൻ്റെ വേര് എന്ന് പറയുന്നത് അസത്യമാണ്. വേരില്ലെങ്കിൽ ഈ ഫലം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് ആലോചിച്ചിട്ട് മതി, കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചില കാര്യങ്ങളിലൊക്കെ നുണ പറയാം. സ്ത്രീഷു നർമ്മ വിവാഹേജ പ്രത്യർത്ഥേ പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം നാനൃതം സ്യാൽ ജുഗുപ്സിതം. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ അടുത്ത് നുണ പറയാത്രേ. ആരാ പറഞ്ഞതെന്നറിയ? ശുക്രാചാര്യാണ് പറഞ്ഞത്, ഞാനല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ശ്രീശുകൻ പറഞ്ഞു, ശുക്രാചാര്യ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം പറയുകയാണ്, സ്ത്രീകളുടെ അടുത്ത് നുണ പറയാം, തമാശയ്ക്ക് നുണ പറയാം, കല്യാണം നടക്കാൻ നുണ പറയാം. അതൊക്കെ കുറേശ്ശെ വേണ്ടി വരും. പിന്നെ ജോലി കിട്ടാൻ നുണ പറയാം, പിന്നെ പ്രാണസങ്കടം വരുമ്പോൾ നുണ പറയാം, പിന്നെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഒക്കെ എന്തെങ്കിലും ദോഷം വരുന്നു വന്നാൽ നുണ പറയാം. ഇപ്പോൾ ഇവിടെ പ്രാണസങ്കടം വന്നേക്കല്ലേ, അതുകൊണ്ട് ഒരു നുണ പറഞ്ഞോളൂ, കൊടുക്കണ്ട. മഹാബലി പറഞ്ഞു, കൊടുക്കാതിരിക്കുക. ഇപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ഭഗവാനെ വന്ദിക്കുകയാണ് മഹാബലി. മഹാബലി മാത്രമല്ല, 14 ലോകവും ഭഗവാനെ വന്ദിക്കുന്ന വിശ്വരൂപ ദർശനമാണ് പിന്നത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ബലി പറഞ്ഞു, ഭഗവാനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ യജ്ഞം നടത്തിയിട്ട് ആ ഭഗവാൻ വന്ന് 3 അടി മണ്ണ് തരൂ എന്ന് പറയുമ്പോൾ അത് കൊടുക്കാതിരിക്കുക. അയ്യേ, ഇതിലും വലിയ മോശം വേറെ എന്താ ഉള്ളത്? നശിക്കുന്ന ഈ വസ്തുക്കൾക്ക് വേണ്ടി നാശമില്ലാത്ത അനശ്വരനായ ഭഗവാനെ ഭജിക്കാൻ കിട്ടുന്ന അവസരം ഉപേക്ഷിക്കാന്ന് പറഞ്ഞ ഇതിലും വലിയ തെറ്റില്ല. ഗുരുനാഥൻ ശപിച്ചു. ഭഗവാൻ മനസ്സിലായി, ഇപ്പൊ പറ്റിയ സമയമായി. ഗുരുനാഥൻ എന്തിനാ ശപിച്ചത്? ഗുരുനാഥൻ ഉള്ളിൽ സന്തോഷിച്ചും കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കാരണം എന്താ? തൻ്റെ ശിഷ്യൻ തന്നേക്കാൾ വലുതായിരിക്കുന്നു, ഈശ്വരനെ അറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ബലിയല്ല, മഹാബലിയായിരിക്കുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആ ദാനം സ്വീകരിച്ചു. തൻ്റെ സ്വരൂപത്തെ അങ്ങോട്ട് വളർത്തി വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. തദ്വാമനം രൂപമവർദ്ധതാദ്ഭുതം ഹരേരനന്ദസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോദ്യൗർവിവരാപയോധയസ്ഥിര്യം ഹൃദേവ ഋഷയോ യഥാസത. വളർന്നു വലുതായി 2 അടി കൊണ്ട് 14 ലോകങ്ങളും ഭഗവാൻ അളന്നെടുത്തു. അപ്പോ അർച്ചനം, വന്ദനം, ദാസ്യം. അടുത്ത അധ്യായത്തിൽ അതാ പറഞ്ഞത്. ബലിയെ ദാസനാക്കി, ബലിയെ ബന്ധിച്ചു. അപ്പൊ ബലി ഭഗവാന്റെ ദാസനാണെങ്കിൽ ഭഗവാൻ ആരാണ്? ഭഗവാൻ ഭക്തദാസനാണ്. ബലിയുടെ ആ
അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഗരുഡൻ വരുണപാശം കൊണ്ട് ബലിയെ ബന്ധിച്ചു. ഭഗവാൻ 2 അടി കൊണ്ട് 14 ലോകങ്ങൾ വളർന്നെടുത്തു. അസുരന്മാർ യുദ്ധത്തിനായിട്ട് വന്നു. ഭഗവാൻ അവരെ തോൽപ്പിച്ച് ഓടിക്കേണ്ടി വന്നില്ല. ബലി തന്നെ പറഞ്ഞു, ആരും യുദ്ധം ചെയ്യരുത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഐശ്വര്യം ഉണ്ടായി. ഇപ്പം അത് ഭഗവാൻ തിരിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. ഒക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഇനി വിധി പ്രസാദിക്കുകയാണെങ്കിൽ, ഭഗവാൻ എന്നെങ്കിലും നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാം. ഏതാൻ വയം വിജയിഷ്യാമോ യതി ദൈവം പ്രസീദതി. ഭഗവാൻ പ്രസാദിച്ചാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അനുകൂലമായ കാലത്തിന് പ്രതീക്ഷിച്ചിരിക്കുക. ബലിയുടെ വാക്കുകേട്ട് അസുരന്മാർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഭഗവാൻ ബലിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ ദാസ്യഭാവത്തിലിരിക്കുന്ന ബലിയോട് ഭഗവാൻ ചോദിക്കുകയാണ്, അങ്ങ് എനിക്ക് 3 അടി മണ്ണ് തരാം എന്ന് പറഞ്ഞില്ലേ, എങ്കിൽ ആ 3ാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കും? അതാണ് സഖ്യഭാവത്തിലേക്ക് ബലിയെ ഉയർത്തിയ വാക്കുകൾ. കാരണം എന്താ? ഭഗവാൻ മനസ്സിലായി ബലി സാധാരണക്കാരനല്ല. കാരണം ബലി പറഞ്ഞു, അങ്ങ് എൻ്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി ഭക്താനാം മാനവർദ്ധന, അങ്ങനെയല്ലേ അവിടുന്ന്, എന്നെ അപമാനിക്കരുത്. അങ്ങ് എന്ത് ചെയ്യണം? പദം തൃതീയം പുരുഷിഷ്ണിമേ നിജം. ആ 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചോളൂ. അപ്പോഴാണ് അത് ഉത്തമാംഗമായിട്ട് തീരുക. എൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ ഒരു തലപ്പൊക്കം ഉണ്ടായിരുന്നു. അതിനെ ഇല്ലാതെയാക്കാൻ, എന്നെ അനുഗ്രഹിക്കാൻ അവിടുത്തെ കാല് എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം. അതിങ്ങനെ കേട്ടപ്പോൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് പോലും കണ്ണുനീർത്തുള്ളികൾ ഉതിർന്നു വീണു. പ്രഹ്ലാദൻ വന്ന് ഭഗവാനെ സ്തുതിച്ചു. അതേപോലെ തന്നെ വിന്ധ്യാവലി, ബലിയുടെ പത്നി, വന്ന് സ്തുതിച്ചു. ബലിയും സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, സത്യത്തിൽ ഇതാണ് ഇദ്ദേഹം അജയ്ഷീത് അജയാം മായാം. ജയിക്കാനാവാത്ത എൻ്റെ മായയെ ജയിച്ചു. എനിക്കൊപ്പമായി ഇദ്ദേഹം, എൻ്റെ കൂട്ടുകാരനായി. ഗുരുണാ ഭത്സിത ശബ്ദോ ജഹൗ സത്യം ന സുഹൃത ഛലൈരുക്തോ മയാ ധർമ്മോ നായം ത്യജതി. സത്യവാക്ക്. നോക്കൂ, ഇവിടെ ആ ഗുരുനാഥൻ ശപിച്ചിട്ടും അതേപോലെ ശത്രുക്കളാൽ ബന്ധിതനായിട്ടും ബന്ധുക്കൾ ഉപേക്ഷിച്ചിട്ടും പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും സത്യനിഷ്ഠനായതുകൊണ്ട്, ഞാൻ ഛലം പ്രയോഗിച്ചിട്ടും ധർമ്മം എന്നുള്ള രീതിയിൽ അധർമ്മം പറഞ്ഞിട്ടും ഇദ്ദേഹം സത്യത്തിൽ നിന്ന് കടുകിട പിന്മാറിയില്ല, ധർമ്മം ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത സ്ഥാനം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. സുതലത്തിലേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അവിടെ ഇരുന്നോളൂ, അടുത്ത മന്വന്തരത്തിൽ അങ്ങ് ഇന്ദ്രനായിട്ട് തീരുകയും ചെയ്തു, അനുഗ്രഹിച്ചു. ഇത് മാത്രമോ ഭഗവാന് മതിയാവണില്ല, കാരുണ്യസ്വരൂപനാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഞാൻ നിന്നോളാം. ഇനി അങ്ങയെ ആക്രമിക്കാൻ ആരും വരില്ല, അങ്ങയ്ക്ക് ഒരു ദോഷവും വരില്ല. സഖ്യഭാവത്തിലേക്ക് ഭഗവാൻ ആ ബലിയെ കൈപിടിച്ചുയർത്തി. ആ ബലി തൻ്റെ സകലതും ഭഗവാൻ സമർപ്പിക്കുന്ന ആ രംഗമാണ് നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ആത്മസമർപ്പണത്തിൻ്റെ രംഗം. വർണ്ണപാശത്തിൽ നിന്ന് മോചിതനായ ബലി ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. പ്രഹ്ലാദൻ സ്തുതിച്ചു. എൻ്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു അവിടുന്ന്, എൻ്റെ പൗത്രൻ്റെ ശിരസിൽ അവിടുത്തെ തൃപാദങ്ങൾ വെച്ച് അനുഗ്രഹിച്ചില്ലേ. ഈ ഒരു ഭാഗ്യം നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം നശ്രീർണ ശർവ കിമുതാവരേതേ. ബ്രഹ്മാവിനോ അല്ലെങ്കിൽ മഹാദേവനോ എന്തിനും ശ്രീഭഗവതിക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് അങ്ങ് തന്നിരിക്കുന്നത്. വലിയ സന്തോഷമായെന്ന് പറഞ്ഞ് വീണിങ്ങനെ നമസ്കരിക്കണോ പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ എന്താ വിളിക്കണത്? പ്രഹ്ലാദ വത്സ, എൻ്റെ ഉണ്ണീന്നാ വിളിക്കണത്. മുത്തശ്ശനെ ഉണ്ണീന്ന് വിളിക്കുക. പൗത്രനെ എന്താ വിളിക്കുന്നത്? മഹാരാജാവേ ചക്രവർത്തി. ഭഗവാന് പ്രഹ്ലാദൻ 5 വയസ്സുള്ള ഉണ്ണിയായിട്ടാണ് എപ്പോഴും തോന്നുന്നത്. അനുഗ്രഹിച്ചു. അവരേതാ പറഞ്ഞയക്കുന്നു. ശുക്രാചാര്യരോട് പറഞ്ഞു, ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു ദോഷമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം ഇതിനിടയിൽ യുദ്ധമൊക്കെ ഉണ്ടായില്ലേ യജ്ഞത്തിൻ്റെ ഇടയിൽ, അതൊക്കെ അങ്ങ് വേണ്ടതുപോലെ ആക്കണം. ശുക്രാചാര്യൻ എന്ത് പറഞ്ഞു? മന്ത്രതസ്തന്ത്രതശ്ചിദ്രം ദേശകാലാർഹ വസ്തുത സർവം കരോതി നിശ്ചിദ്രം നാമസങ്കീർത്തനം തവ. അവിടുത്തെ നാമം ഉണ്ടായില്ലേ ഇവിടെ? എല്ലാ പാപങ്ങളും കഴിഞ്ഞു. എങ്കിലും അങ്ങ് പറഞ്ഞത് കൊണ്ട് വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഭഗവാൻ ദേവേന്ദ്രനോടുകൂടി ദേവലോകത്തിലേക്ക്, ഉപേന്ദ്രനായി ദേവലോകത്തിലേക്ക്, അതേപോലെ തന്നെ ആ ഗദാധാരിയായി മഹാബലിയോടൊപ്പം
സുതലത്തിലേക്കും യാത്രയായി. സുതലം, നല്ല തലത്തിലേക്ക് എത്തിച്ചു എന്നാണ്. ബിലസ്വർഗങ്ങൾ എന്നാണ് അറിയപ്പെടുക. അപ്പോ ദേവേന്ദ്രന് കിട്ടേണ്ടത് കിട്ടി. മഹാബലിക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനമാണ് ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചത്. ഇനി ദേവേന്ദ്രനാക്കുകയും ചെയ്യാം എന്നും പറഞ്ഞു. അങ്ങനെയുള്ള ആ ദിവ്യമായ കഥ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നവധാഭക്തിയുടെ നവഭാവങ്ങളായിട്ട് നാം ഒന്ന് അനുസ്മരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു, പ്രത്യേകിച്ച് ഏത് സമയത്തും ഇത് ചൊല്ലുന്നത് നല്ലതാണ്, പിന്നെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ വിശേഷമാണ് എന്ന ഫലശ്രുതി കൂടി പറഞ്ഞു കേട്ടപ്പോൾ അവിടെ ശിശുബ്രഹ്മർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഭഗവാൻ ഇതുപോലെ വലുതായ മറ്റൊരു കഥയുണ്ടല്ലോ, വാമനമൂർത്തിയായിട്ട് വലുതായി എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ ഒരു ചെറിയ ഒരു മത്സ്യമായിട്ട് വന്നിട്ട് വലിയൊരു മത്സ്യം, മഹാമത്സ്യമായിട്ട് മാറിയ ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് കേട്ടാൽ കൊള്ളാം. അപ്പോഴാണ് ദ്രാവിഡ രാജാവായിരിക്കുന്ന സത്യവ്രതന്റെ കഥ അവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം വ്രതമാലാ നദിയുടെ തീരത്ത് തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉള്ളം കൈയിൽ ഒരു മത്സ്യം പ്രത്യക്ഷപ്പെട്ടു. അതിനെ പുറത്തേക്ക് കളയാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അയ്യോ എന്നെ പുറത്തേക്ക് ഇടരുത്, ഞങ്ങൾ ഈ മത്സ്യങ്ങളെ അന്യോന്യഘാതിഭി അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും, വലിയ മത്സ്യം വന്ന് ചെറിയ മത്സ്യത്തെ തിന്നും, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കമണ്ടലൂല് ആ മത്സ്യത്തെ ഇട്ടിട്ട് നേരെ എൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കരച്ചിൽ തുടങ്ങി, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്നില്ല, എന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റൂ. ഒരു പാത്രത്തിലേക്ക് മാറ്റി, അവിടുന്ന് കിണറ്റിലേക്ക് മാറ്റി, കിണറ്റിൽ നിന്ന് വലിയൊരു കുളത്തിലേക്ക് മാറ്റി, അവിടുന്ന് വലിയൊരു സരസ്സിലേക്ക് മാറ്റി, പുഴയിലേക്ക്, അങ്ങനെ ഓരോ സമയത്തും വലുതായി വലുതായി വരണ കണ്ടപ്പോൾ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ സത്യവ്രതൻ ചോദിച്ചു, അങ്ങ് സാക്ഷാൽ നാരായണനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നൂനം ത്വം ഭഗവാൻ സാക്ഷാൽ ഹരിർ നാരായണോവ്യയ അനുഗ്രഹായ ഭൂതാനാം ധർഷേ രൂപം ജലൗകസാം. അല്ലേ, ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അങ്ങ് പുതിയൊരു വേഷം കിട്ടിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, ഇന്നേക്ക് 7-ാം നാൾ ഭൂമി, ഭൂർലോകം, സ്വർലോകം, ഈ 3 ലോകങ്ങളും പ്രളയസമുദ്രത്തിൽ മുങ്ങും. ആ സമയത്ത് വലിയൊരു തോണി അങ്ങയെ സമീപിക്കും. അങ്ങ് എല്ലാ ഔഷധികളും ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായിരിക്കുന്ന സകല ബീജങ്ങളും എടുത്ത് സപ്തർഷിമാരോടുകൂടി ആ തോണിയിൽ കയറണം. ആ സമയത്ത് ഞാൻ വരാം. എൻ്റെ ആ ഒറ്റക്കൊമ്പിലേക്ക്, ഏകശൃംഗധരനായിരിക്കുന്ന എൻ്റെ ഒറ്റക്കൊമ്പിലേക്ക് വാസുകിയാകുന്ന കയറുപയോഗിച്ച് തോണിയെ ബന്ധിക്കുക. പ്രളയം ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം. ഈ പ്രളയം കാണുന്നതിനിടയിൽ ഞാൻ അങ്ങക്ക് ആ പ്രണവസ്വരൂപനായ ഞാൻ അങ്ങക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു തരികയും ചെയ്യാം. ഭഗവാൻ അത് പറഞ്ഞ് ജലത്തിലേക്ക് ഊളിയിട്ട് അങ്ങോട്ട് പോയി. ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. ആ തോണിയുടെ മുമ്പിൽ സാക്ഷാൽ ഭഗവാൻ, ലോകത്തിന് സംസാരക്കടൽ കടക്കാനുള്ള പോതമായ തോണിയായിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അവിടെ സത്യവ്രതൻ ഗംഭീരമായിട്ട് സ്തുതിച്ചു. അവിടുത്തെ ഈ ദിവ്യമായ സ്വരൂപം, അവിടുത്തെ അനുഗ്രഹം, അത് ലോകത്തിലെ സകല ദേവന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ചേർത്ത് വെച്ചാലും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ 10,000-ൽ-1 പോലും ആവില്ല ഭഗവാനെ എന്ന് സ്തുതിക്കുന്ന ആ സത്യവ്രതന് വേണ്ട തരത്തിലുള്ള ആത്മതത്വോപദേശം, സനാതനമായ ബ്രഹ്മതത്വം അവിടെ ഭൂമിയാകുന്ന ആ തോണിയിൽ ഇരിക്കുന്ന സത്യവ്രതന് നൽകി. സത്യവ്രതനെ അടുത്ത മനുവാക്കി ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. വൈവസ്വതൻ, വിവസ്വാന്റെ പുത്രനായ വൈവസ്വതൻ എന്ന മനുവായിട്ട് തീരുകയാണ് അദ്ദേഹം. ഏതായാലും ഭഗവാൻ ആ മായാമത്സ്യരൂപമെടുത്ത ഭഗവാനും സത്യവ്രതനും തമ്മിലുള്ള ഈ സംവാദം, ഈ കഥ കേട്ടുകഴിഞ്ഞാൽ മനുഷ്യരുടെ സർവപാപങ്ങൾ ഇല്ലാതെയായിട്ട് തീരും, പരമഗതിയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു. ആ മത്സ്യമൂർത്തിയെ വീണ് നമസ്കരിക്കുന്ന ശിശുബ്രഹ്മർഷി നമുക്കും നമസ്കരിക്കാം ആ മത്സ്യമൂർത്തിയെ. പ്രളയപയസിധാതു സുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്തഹത്വാ ദിതിജമകഥയല്യോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും ജിംഹമീനം നതോസ്മി. പ്രളയജലത്തിൽ ഉറങ്ങുക. ആ ശക്തിഹീനനായി തീർന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട വേദങ്ങൾ, ആ വേദങ്ങൾ അപഹരിച്ച ഹയഗ്രീവാസുരനെ നിഗ്രഹിച്ച് ബ്രഹ്മാവിന് ആ വേദങ്ങളെ തിരിച്ചു കൊടുത്ത സത്യവ്രതൻ, സപ്തർഷിമാർ തുടങ്ങിയവർക്ക് ബ്രഹ്മതത്വത്തെ ഉപദേശിച്ച സർവകാരണസ്വരൂപനായിരിക്കുന്ന, യോഗമായ കൊണ്ട്
കപട മത്സ്യരൂപം ധരിച്ച ആ ഭഗവാനെ ജിംഹമീനം നതോസ്മി, ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടമസ്കന്ധം അവിടെ പൂർത്തിയാവുകയാണ്. നവമസ്കന്ധത്തിൽ ഈ വൈവസ്വതമനുവിൻ്റെ പുത്രപരമ്പരകളെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ ചന്ദ്രവംശവും സൂര്യവംശവും പറയുന്നത്. ആദ്യത്തെ 13 അധ്യായങ്ങളെ കൊണ്ട് സൂര്യവംശം, അതിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം. ചന്ദ്രവംശത്തിൽ 11 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ കൃഷ്ണാവതാരം. അങ്ങനെ കൃഷ്ണാവതാരം ചുരുക്കി പറയുമ്പോഴാണ് പരീക്ഷിത്ത് പറയണത് വിസ്തരിച്ചു കേൾക്കണം എന്ന്. പിന്നീടാണ് ദശമസ്കന്ധത്തിൽ 90 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ ലീലകളും, ഏകാദശ സ്കന്ധത്തിൽ 31 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ വാണികളും ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് രാമാവതാരമാണ് പാരായണം ചെയ്യാനുള്ളത്. അത് ഉച്ചതിരിഞ്ഞ് 2:15 ശേഷം പാരായണം ആരംഭിക്കുമ്പോൾ ആ രംഗം അനുസ്മരിക്കാം. ഇപ്പൊ ദൈവാരാധനയോടുകൂടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം.